ഹലോ ഗൈസ്, ഡാർക്ക് വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഡെസേർട്ടിലൊരു വർക്ക്ഷോപ്പ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചെറിയൊരു പ്ലാന് നമ്മൾ ട്രോപ്പിക്സിലുള്ള മോളിക്സോയിൽ പറഞ്ഞ വർക്ക്ഷോപ്പില്ലേ, അതെങ്ങനെ എടുത്താലോ എന്ന് ചെറിയൊരു പ്ലാന്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, കുറച്ച് ഫണ്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, ഒന്നും ചിന്തിക്കാൻ നിന്നില്ല. ഫസ്റ്റ് തന്നെ പോയിട്ട് അതിൻ്റെ ഓണറോട് സംസാരിച്ച് നമ്മൾ ആ സാധനം അങ്ങ് ഡീലാക്കി. ഫസ്റ്റ് തരൂലെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ നമ്മൾ അങ്ങ് കുറച്ച് വിലയൊക്കെ കൂട്ടി കൊടുത്ത് അങ്ങ് സെറ്റാക്കി എടുത്ത് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് കേട്ടോ. അതങ്ങനെ കാണിച്ചു തരിക, അങ്ങനത്തെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണേ. പിന്നെ ഈ വണ്ടി സിവിക്ക്, നിങ്ങൾ അതൊക്കെ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ഈ വണ്ടി നമ്മൾ തന്നെ നമ്മുടെ ഡെസേർട്ടിലെ വർക്ക്ഷോപ്പിൽ വെച്ച് പണിതെടുത്ത വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് സെല്ലിന് വെച്ചൊരു വണ്ടിയാണ്, സെല്ലിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്തെടുത്ത വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇൻസ്റ്റ ഐ ഡി കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചോ. പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം, റിയൽ മണിയാണ് വണ്ടി കൊടുക്കുന്നത്, റിയൽ മണിയാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ വർക്ക്ഷോപ്പ് വരുന്നത്. ഈ വണ്ടിയുടെ ഓവറോൾ ലുക്ക് നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ അവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വർക്ക്ഷോപ്പിൻ്റെ അവിടെ തന്നെ നമ്മൾ ഓണറോട് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ സിവിക് മീറ്റപ്പ് വെച്ചായിരുന്നു. അപ്പോൾ ആ സിവിക് മീറ്റപ്പ് ഒരുത്തം വന്ന് കോളാക്കിയോണ്ട് തന്നെ ആ സിവിക് മീറ്റപ്പ് ഒന്ന് ജസ്റ്റ് ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടൊരു സ്പേസാണ് ഇത്. ഇവിടെ ആകുമ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലമുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കിട്ടിയുള്ള സ്ഥലങ്ങളും കാര്യമാണ് കേട്ടോ. അപ്പോൾ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ കാണിച്ചു തരാം, നിങ്ങൾക്ക് എന്തായാലും ഒരു ഓവറോൾ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. മോളിക്സോയിൽ സർവീസ് സെൻറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാ വർക്ക്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഡെസേർട്ടിലെ വർക്ക്ഷോപ്പ് എന്താ വെച്ചാൽ ആ ഡെസേർട്ട് വർക്ക് നമ്മൾ നല്ല കായം എടുത്ത്, അതായത് അത്യാവശ്യം നല്ല കായം എടുത്ത് വാങ്ങിയ വർക്ക്ഷോപ്പാണ്. ഇതിന് അത്രയൊന്നും വന്നിട്ടില്ലെങ്കിലും ഇതിൽ അത്യാവശ്യം എല്ലാ വർക്കും ചെയ്യാൻ കഴിയും. ഇവിടെ കാർ വാഷ് മാത്രമല്ല കേട്ടോ, CW ഇല്ല, കാർ വാഷ് ഇല്ല. പക്ഷെ അവിടെ നമ്മുടെ വർക്ക്ഷോപ്പിൽ കാർ വാഷും ഉണ്ട്, ഒപ്പം വർക്ക്ഷോപ്പും ഉണ്ട്. അപ്പോൾ അവിടെ ഓപ്പണിംഗ് ഇല്ല, ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് തന്നെ നടക്കാം. പിന്നെ അവിടുത്തെ നോക്കുമ്പോൾ ഇവിടെ വാട്ടർ കുടിക്കാനുള്ള, അതായത് തണുത്ത വാട്ടറും അങ്ങനെ കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, 2 വെച്ചുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വർക്ക്സും കാര്യങ്ങളും ചെയ്യാനുള്ളതും പ്രിൻറ്റിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. റാപ്സിൻ്റെ പ്രിൻറ്റിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ അങ്ങനെ വലിയ സൗകര്യമൊന്നും ഇല്ല, പക്ഷെ എന്നാലും സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ വർക്ക്ഷോപ്പിൻ്റെ അത്ര ഒരു ഇതല്ലെങ്കിലും കുറച്ചൊക്കെ ഒരു ഇതാണ് കേട്ടോ, കുറച്ചൊക്കെ ഒരു മെച്ചമുള്ള വർക്ക്ഷോപ്പ് തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു വണ്ടിയുടെ എൻജിനും കാര്യങ്ങളൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ തന്നെയാണെന്ന് തോന്നുന്നത്, അറിയത്തില്ല. കുറച്ച് വണ്ടി വർക്ക്സിന് വന്ന് ഇരിക്കുന്നുണ്ട്. ഇവിടെ ജാക്കിയും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ മുകളിലൊരു 3 അലോയ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ടയേഴ്സും കാര്യം തന്നെ മെയിനായിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇപ്പം എന്താ ലിഫ്റ്റിംഗ് ഉണ്ട് കേട്ടോ, ലിഫ്റ്റ് ഡൗൺ അതൊക്കെ ഉണ്ട്. വണ്ടിയുടെ അടിയൊക്കെ നോക്കാൻ. അപ്പം ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ വണ്ടിയൊക്കെ അത്യാവശ്യം പണിയെടുക്കുക. ഈ വണ്ടിയുടെ സൈലൻസർ ഊരി വെച്ചേക്കാം കേട്ടോ. സൈലൻസർ ഊരി വെച്ചാൽ വാൽവട്രോണിക്ക് കയറ്റാൻ വന്നതാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഇത് കാണിച്ചാൽ നമ്മളെ വണ്ടി നമ്മൾ ഡെസേർട്ടിൽ വെച്ച് പണിതാണ്. പിന്നെ ചെറിയ ചെറിയ വർക്കൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു, RM-ലാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 1 സ്പെക്ക് വണ്ടികളാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റയിൽ കൊടുക്കുക, മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഗൈസ്, വർക്ക്ഷോപ്പ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും. നമ്മുടെ പുതിയ വർക്ക്ഷോപ്പ് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം, നമ്മുടെ പുതിയ സിവിക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വണ്ടി ചെയ്ത് വെച്ചേക്കുന്ന പണി കേട്ടോ. ഒരു നിക്നെയിം കൊടുത്തേക്കുന്നത് ലൊട്ടാന്നാണ്. അതൊക്കെ ആ ഒരു ടൈമിലൊക്കെ കൊടുത്താണ്, നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റിയാൽ മതി. കാണിച്ചു തരാം കേട്ടോ. ചില ചില്ലും കാര്യങ്ങളും ക്രാക്കായിട്ടുണ്ട്, എവിടെ മുട്ടിയാണ്. പിന്നെ ടെക്ടൈൽ പോലത്തെ ഒരു സ്പോയിലർ ഉണ്ട് കേട്ടോ ഇതിന്, അതും പുറത്തുനിന്ന് വെച്ച തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലുക്കുള്ള വണ്ടി തന്നെയാണ്. പിന്നെ മുന്നിൽ നമ്മൾ ആ ചെറിയൊരു സാധനത്തിന് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ക്യാരക്ടറാണ് മേക്ക് ചെയ്തേക്കുകയാണ് അതിൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്, റൂഫ് ബോക്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കുറച്ച് മെച്ചത്തിൽ നല്ല വർക്കും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ. പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നല്ലോണം ഉണ്ട്. പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അധികം നല്ല ഉണ്ട്. നമുക്ക് തന്നെ നമ്മളെ വണ്ടി അവിടെ നിന്ന് കൊണ്ടുപോയിട്ടാലോ, ആ ലിഫ്റ്റിലൊന്ന് കയറ്റി വെക്കാം. നമ്മുടെ വണ്ടി ആ ലിഫ്റ്റിലൊന്ന് കയറ്റി വെക്കാം, ലിഫ്റ്റ് അപ്പിലൊന്ന് കയറ്റി വെക്കാം. നമ്മുടെ ഓവറോൾ ലുക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നരി സാധനം വണ്ടി. ലിഫ്റ്റിലൊന്ന് കയറ്റി വെക്കാം. നമ്മുടെ വണ്ടി നല്ല ലോവറായതുകൊണ്ട് കയറുന്നില്ല, ഉറപ്പൊന്നുമില്ല കേട്ടോ. നമ്മുടെ വണ്ടി നല്ല ലോവർ ചെയ്ത് വെച്ചേക്കാണ്. ജസ്റ്റ് ഒന്ന് സൈഡിട്ട്
ഇവിടെ സൈഡ് എടുത്ത് കയറിയാൽ കയറുമായിരിക്കും. ഇപ്പോൾ സൈഡ് എടുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കയറും, പക്ഷേ നമുക്കിതൊന്ന് ഡൗൺ ആവട്ടെ. ഇതൊന്ന് ഡൗൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ കേട്ടോ. നമ്മൾ ഇങ്ങനെ ഡൗൺ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഫുൾ സെറ്റപ്പ് നമ്മൾ തന്നെയാണ്. ഇവിടെ നമ്മൾ ഫുൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്കിത് വാങ്ങുകയാണ്. നമ്മൾക്ക് അർജൻറ്റായിരുന്നു കേട്ടോ. നമ്മൾ പെട്ടെന്ന് കാശ് എടുത്ത്. ഞാൻ പറഞ്ഞില്ല ഇത് കയറുന്നില്ലടാ, ഇത് കയറുന്നില്ല. നമ്മൾ കുറേ ട്രൈ ചെയ്യുന്നു, കയറുന്നില്ല. കുറച്ച് നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതൊന്ന് കയറ്റട്ടെ, ഒന്ന് കാണാം. ഞാൻ അതൊന്ന് കയറ്റട്ടെ. അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ടി അങ്ങനെയൊക്കെ പാടെ ബാക്കൊക്കെ ഇട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. കയറ്റിയിട്ടുണ്ട് നമ്മളെന്തായാലും. അപ്പോൾ അവിടെ ചില്ലും റാക്കൊക്കെ സെറ്റാക്കി ഇട്ടിട്ടൊന്ന്. പിന്നെ ഇതിൽ സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ. പിന്നെ അത്യാവശ്യം നല്ലൊരു വർക്കും കാര്യങ്ങളും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൊട്ടാന്ന് നിക്ക് നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. പിന്നെ കുറച്ച് ടൈം എടുത്ത് ഈ വർക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും നമ്മുടെ വർക്ക്ഷോപ്പ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അപ്പോൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അത് വീഡിയോ വരും. ബൈ.